ഈ വർഗീയതയും സാമുദായികതയും എന്താണ് എന്നൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. അതില്ലാതെ പോകുന്നു എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. ഈ വർഗീയത പറയുന്നതും സാമുദായികത പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. വർഗീയത എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൻ്റെ അവകാശത്തിൽ കൈകടത്തുകയോ മറ്റൊരു മതത്തിനെതിരെ തിരിയുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ അവർക്കെതിരെ നീങ്ങുകയോ ചെയ്യുന്നതിന് വർഗീയത എന്ന് പറയും. അവനവൻ്റെ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നതോ അവനവന് വേണ്ടി അവനവൻ്റെ മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നിൽക്കുന്നതോ ഇന്നുവരെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിലപാടനുസരിച്ച് വർഗീയതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ദുബായ് KMCCയുടെ ഒരു CH അനുസ്മരണ പരിപാടിയിൽ ഞാൻ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചകൾക്ക് വരികയുണ്ടായി. അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നെന്താ വെച്ചാൽ എന്താണ് ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാത്ത പോലെ. ഇപ്പോൾ ഒരു സിനിമയിൽ കുതിരോട്ടം പപ്പു വലിയ കള്ളുകൂടിയനായിട്ട് നിൽക്കുന്ന പപ്പുവിൻ്റെ അടുത്ത് വന്ന് മോഹൻലാൽ ചോദിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പു പറയുന്നുണ്ട്, താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താനാരെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് അവസാനം ഞാൻ എത്തി നിൽക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഒരു കൂട്ടർ പറയുന്നത് ഞാൻ ഭയങ്കര വർഗീയവാദിയാണെന്നാണ്, വേറൊരു കൂട്ടർ പറയുന്നത് ഞാൻ ഭയങ്കര മതവിരുദ്ധനാണ് സമുദായ വിരുദ്ധനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം താനാരാണ് എന്ന് തനിക്കറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം. നിങ്ങളോടേക്ക് പറയാനുള്ളത്, ഈ തമാശയുടെ അപ്പുറത്ത് ഈ വർഗീയത എന്ന വാക്കും പ്രയോഗങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലത്ത്, ഒരു കെട്ട കാലത്താണ്, ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്താണ് നമ്മൾ പത്രപ്രവർത്തനം നടത്തുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഒരു സെക്കുലർ ഫാബ്രിക്കിൽ ഇത്തരം വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ് എന്ന് യാതൊരു നിരീക്ഷണവുമില്ലാതെ ഉത്തരവാദപ്പെട്ട പത്രപ്രവർത്തകന്മാർ പോലും ഇതിൽ പങ്കാളികളാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം. ഈ വർഗീയതയും സാമുദായികതയും എന്താണ് എന്നൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. അതില്ലാതെ പോകുന്നു എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. ഈ വർഗീയത പറയുന്നതും സാമുദായികത പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. വർഗീയത എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൻ്റെ അവകാശത്തിൽ കൈകടത്തുകയോ മറ്റൊരു മതത്തിനെതിരെ തിരിയുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ അവർക്കെതിരെ നീങ്ങുകയോ ചെയ്യുന്നതിന് വർഗീയത എന്ന് പറയും. അവനവൻ്റെ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നതോ അവനവന് വേണ്ടി അവനവൻ്റെ മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നിൽക്കുന്നതോ ഇന്നുവരെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിലപാടനുസരിച്ച് വർഗീയതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. പിന്നെ സാമുദായികത ഗുരു പറഞ്ഞതാണ്, അയ്യങ്കാളി പറഞ്ഞതാണ്, മന്നത്ത് പത്മനാഭൻ പറഞ്ഞതാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതാണ്, CH മുഹമ്മദ് കോയ സാഹിബും സീതി സാഹിബും പറഞ്ഞതാണ്. അത് ഞാനായിട്ട് പുതുതായിട്ട് പറയുന്നതല്ല. ഇനി ഇവരൊക്കെ വിട്ടേക്ക്. നിങ്ങൾ 2024 ജൂണിൽ ബജറ്റിൻ്റെ പ്രീ ബജറ്റിലെ ഹൽവ മീറ്റിംഗ് ഉണ്ട്, ഹൽവ ചടങ്ങുണ്ട്. ആ ഹൽവ ചടങ്ങിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു മനോഹരമായൊരു പ്രസംഗമുണ്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എവിടെയാണ് ഇന്ത്യയിലെ 80% വരുന്ന 90% വരുന്ന മനുഷ്യർ എവിടെയുള്ളത്? ഇവിടെ 2% കാണുന്നത്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? SC ST എവിടെ? SC എവിടെ? ഇവരൊക്കെ എവിടെയുള്ളത്? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എവിടെ? മുസ്ലിങ്ങൾ എവിടെ എന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. 2024 ജൂണിലാണ്. നിങ്ങളുടെ ഭാഷ അനുസരിച്ചിട്ട് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വർഗീയവാദിയായിട്ട് നിങ്ങൾ ചിത്രീകരിക്കേണ്ട കാര്യമാണ്. സമുദായ സംഘടനത്തിന് പുറത്ത് ഇപ്പം മുസ്ലിം ലീഗിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു സാമുദായിക സംഘടന മാത്രമല്ല, ഒരു ന്യൂനപക്ഷ സംഘടന കൂടിയാണ്, രാഷ്ട്രീയ സംഘടന കൂടിയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനത്തിനും ചില പരിമിതികൾ രാജ്യത്തുണ്ട്. നിങ്ങൾ UN-ന്റെ പ്രമാദമായിട്ടുള്ള UN ചാർട്ടറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ സംഘടന ലോകത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് UN ചാർട്ടറുകൾ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ സമുദായത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതേണ്ടതുണ്ട്. ഒപ്പം ആ ന്യൂനപക്ഷങ്ങളെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയോ രാജ്യത്തിനു വേണ്ടി കൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. UN-ന്റെ ഇത്തരം ചാർട്ടറുകൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിലെ ഏതെങ്കിലും ഭരണഘടനാ നിയമവ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെയോ അല്ല മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. പിന്നെ അവകാശബോധം, ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമാണ്. ഞാൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഈ മുഗദാറിലടക്കം, കോഴിക്കോട്ടിലെ മുഗദാറിലടക്കം ഈ തെരഞ്ഞെടുപ്പിൽ CPM പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രയോഗിക്കുന്ന അപകടകരമായൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 4000-5000 മുസ്ലിങ്ങൾ പാർക്കുന്നിടത്തിനെ ഒരു ഡിവിഷനാക്കുകയും എന്നാൽ 4000 പേർ പാർക്കുന്നിടത്ത് 4 ഡിവിഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുക.
മതത്തെ, ജാതിയെ, വർണ്ണങ്ങളെ വേർതിരിച്ച് ഒരു BJPയുടെ വോട്ട് ചോരിയുടെ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യപ്പെട്ട, കുറച്ചുകൂടെ പരിഷ്കൃതമായിട്ടുള്ള ഒരു ഭാഗം കേരളത്തിലെ ഇടതുപക്ഷം CPM ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ.